ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ദുൽഖർ സൽമാൻ്റെ പോലെ ആളെ കയറ്റാൻ, തിയേറ്ററിൽ ആളെ കയറ്റാനുള്ള പവർ ഒരു നടനും ഇല്ല. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ശരിക്കും പറയാൻ വെച്ചാൽ ലാലേട്ടനേക്കാളും കൂടുതൽ ക്രൗഡ് പുളറാണ് ദുൽഖർ സൽമാൻ. ഞാനത് പറയുമ്പോൾ പലർക്കും വിഷമം തോന്നിയിട്ടൊരു കാര്യമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കിങ് ഓഫ് കൊത്ത എന്ന സിനിമ. കിങ് ഓഫ് കൊത്ത എന്ന സിനിമ വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും. കാരണം അതിൻ്റെ പേര്, അതിലെ ദുൽഖർ സൽമാൻ ലുക്ക്, കാര്യങ്ങൾ, പോസ്റ്ററുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൽ മുമ്പ് കലാപക്കാര എന്നുള്ള പാട്ട്, അതുപോലെ മുമ്പ് വന്ന ടീസർ, ട്രെയിലർ, ഇതൊക്കെ വലിയ പ്രതീക്ഷകൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി. ആ സിനിമ വിചാരിച്ച പോലെ ആയില്ല എന്നതുകൊണ്ട് മാത്രമാണ് ആ സിനിമ പരാജയപ്പെട്ടത്. അതായത് പ്രതീക്ഷയായിരുന്നു, അത് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു സിനിമയോട് എല്ലാവർക്കും. അത് ആ നിലവാരത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ്. അതിൻ്റെ തിരക്കഥ, അതിലെ കാസ്റ്റിങ് വളരെ മോശമായിരുന്നു. അഭിലാഷ് ജോഷി എന്നൊരു സംവിധായകൻ, അഭിലാഷ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഇതിൻ്റെ തിരക്കഥ ചെയ്ത വ്യക്തി, അതുപോലെ അഭിലാഷ് ജോഷി എന്ന വ്യക്തിയുടെ എക്സ്പീരിയൻസിൻ്റെ ഒരു കുറവ് കൊണ്ട് തന്നെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഫാദർ ജോഷി സാറിൻ്റെ കുറച്ച് സിനിമകളിൽ ഈ അടുത്ത കാലത്ത് വന്ന ഒറിഞ്ചു മറിയും അങ്ങനെ കുറച്ച് സിനിമകളിൽ മാത്രം അദ്ദേഹം അച്ഛനെ കൂടെ വർക്ക് ചെയ്തുള്ളൂ. ആ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് തന്നെയാണ് ആ സിനിമയുടെ പരാജയത്തിന് കാരണം. പിന്നെ അതിൽ മെയിൻ വില്ലനായിട്ടുള്ള കഥാപാത്രം നമുക്ക് ഒരു നല്ലൊരു വില്ലൻ അല്ല എന്നുള്ളതാണ്. പിന്നെ നായകനെ തന്നെ പവർ കുറച്ച് കാണിക്കുന്ന കുറേ സീനുകൾ, നായക വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ടും നായകനെ മോശം. അതുപോലെ നായകൻ്റെ അച്ഛനോട് പറയുന്ന ഡയലോഗ്, അമ്മയോട് പറയുന്ന ഡയലോഗ്, അങ്ങനെ കുറേ ആവശ്യമില്ലാത്ത കുറേ അതുപോലെ നായിക ഒന്നും ആക്കുന്ന സീനുകൾ, അങ്ങനെ കുറേ ഭാഗങ്ങൾ മോശമില്ലെന്ന് കുറേ നന്നായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിനിമ പരാജയപ്പെട്ടു പോയത്. എന്നാലും ഞാൻ പറഞ്ഞു വന്നതാണ്, ഇത്രയും മോശം അഭിപ്രായം വന്നിട്ടും ആ സിനിമ 40 കോടി രൂപ നേടി. അത് ഫാസ്റ്റാണ്, വളരെ പെട്ടെന്ന് തന്നെയാണ് 40 കോടി നേടിയതും പെട്ടെന്ന് തന്നെ സിനിമ വീണതും. കാരണം ആ സിനിമ വന്ന സമയത്ത് ആ സിനിമയെ തകർക്കാൻ എല്ലാവരും ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കാരണം എന്താണെങ്കിൽ, മമ്മൂട്ടിയുടെ മകൻ ഇങ്ങനെ വലിയൊരാളാവണ്ട, മമ്മൂട്ടീനെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇനി മമ്മൂട്ടിയുടെ മകനും കൂടി വന്ന് ഇനി മലയാള സിനിമ ഇൻഡസ്ട്രി ഭരിക്കാൻ നോക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിലാണ് എല്ലാവരും കച്ച കെട്ടി ആ സിനിമേനെ പൊളിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഡീഗ്രേഡിങ് നടത്തി. അതുകൊണ്ട് തന്നെയാണ് എന്നിട്ടും 40 കോടി. അതുപോലെ തന്നെ OTT ഏറ്റവും കൂടുതൽ റൈറ്റ് വാങ്ങിച്ച സിനിമ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം. ഇത്രയും കൊട്ടിഘോഷിക്കപ്പെട്ട മോഹൻലാൽ, പൃഥ്വിരാജ്, അങ്ങനെ മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള എമ്പുരാൻ, അതായത് ഒരു സിനിമയുടെ 2ാം ഭാഗം, ആ സിനിമയ്ക്ക് വേണ്ടി കോടികൾ ചിലവാക്കി 2 വർഷം കാത്തിരുന്നു. അങ്ങനെ ഇറങ്ങുന്ന കിങ് ഓഫ് കൊത്തയുടെ OTT റേറ്റിനേക്കാൾ സാറ്റലൈറ്റിനേക്കാളും കുറവാണ് കിട്ടിയെന്നുള്ളത് വലിയ വാർത്തയാണ് സോഷ്യൽ മീഡിയ. ഞാൻ പറയുന്നതല്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പലരും വന്ന് അതിൻ്റെ അടിയിൽ വന്ന് കമന്നടിച്ച് കിടന്ന് കരയുണ്ട്. അറിഞ്ഞിട്ട് കാര്യമില്ല, സോഷ്യൽ മീഡിയ മുഴുവൻ ഇതാണ് വാർത്ത. കാരണം എത്ര കോടിയാണെന്നൊന്നും നമുക്കറിയില്ല കൃത്യമായിട്ട്. എന്നാലും പറയുന്നേക്കുന്നത് 40-30 എന്നാണ്. 40 കിങ് ഓഫ് കൊത്തയ്ക്ക്, മറ്റേ സിനിമയ്ക്ക് 30 കോടി എന്നാണ് പറയണത്. ഇനി എത്രയാണെങ്കിൽ തന്നെ എന്തായാലും കിങ് ഓഫ് കൊത്തയുടെ OTT റേറ്റ് കിട്ടിയിട്ടില്ല. ഇനി അന്നത്തെ കിങ് ഓഫ് കൊത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുൽഖർ സൽമാൻ അല്ല ഇന്ന് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ ഇന്ത്യ ലെവൽ സൂപ്പർ സ്റ്റാറാണ്. ആള് പരിമിതമായ സിനിമകൾ ഓടി നടന്ന് അഭിനയിച്ച് ചെയ്യുന്നതില്ല, പരിമിതമായ സിനിമകൾ മാത്രമേ ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശിവരാജ്, കന്നഡ നടന്ന ശിവരാജ് കുമാർ, ആള് ഇവിടെ വന്ന സമയത്ത് പറയണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ദുൽഖർ സൽമാൻ. അപ്പോൾ എല്ലാവർക്കും ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നടനാണ് ദുൽഖർ സൽമാൻ. കാരണം ഒരു അഹങ്കാരവും ഇല്ല, എന്നാൽ അതിഗംഭീരമായിട്ട് പെർഫോമൻസ് ചെയ്യാനുള്ള കഴിവ്. ഒരു നടനും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് തെലുങ്കിൽ പോയിട്ട് ഇൻഡിവിജ്വലായിട്ട് തനിയെ നിന്നുണ്ട്, മറ്റുള്ളവർ കൂട്ടല്ല, മറ്റുള്ള നടന്മാർ വലിയ നടന്മാരെ കൂടെ ചെറിയ റോളിൽ അഭിനയിക്കുക, ചില്ലിട്ട പടമായിട്ട് വരിക എന്നല്ല ചെയ്യേണ്ടത്. ഒറ്റയ്ക്ക് തൻ്റെ അച്ഛൻ്റെ പോലെ തന്നെ അച്ഛൻ അങ്ങനെ തന്നെയായിരുന്നു, വാപ്പ അങ്ങനെ തന്നെയായിരുന്നു, എവിടെയും പോയാലും ഒറ്റയ്ക്കാണ് ആൾ പെർഫോമൻസ് ചെയ്യുക. അത് വിജയമോ പരാജയമോ കേട്ടോ, തമിഴിൽ ഇഷ്ടംപോലെ വിജയ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അന്നൊന്നും ഒരിക്കലും മറ്റൊരു നടനും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ചെയ്ത ആളാണ്. അപ്പോൾ ഇവനും അങ്ങനെ തന്നെയാണ്, സ്വന്തമായി ഡബ് ചെയ്യാനുള്ള കഴിവ്, അച്ഛൻ്റെ പോലെ തന്നെ വാപ്പയുടെ പോലെ തന്നെ ഡബ് ചെയ്യാനുള്ള കഴിവ്, ഏത് ഭാഷയിലും ആ ഡബ് ചെയ്യാനുള്ള കഴിവ്. അതുകൊണ്ട് തന്നെയാണ് 3 സിനിമകളും വമ്പൻ വിജയം, കോടികൾ നേടിയത്. അപ്പോൾ സീതാരാമായാലും ഗംഭീര സിനിമയായി. അതുപോലെ തന്നെ ഹിന്ദിയിൽ വലിയ കോടികളൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ചെറിയൊരു സിനിമ ചുപ്പ് എന്ന സിനിമയിലൂടെ അവാർഡുകൾ, നെഗറ്റീവ് നടനുള്ള ഒരു അവാർഡും, അതുപോലെ തന്നെ
നോർത്ത് ഇന്ത്യയിലൊക്കെ അത്രമാത്രം ഫാൻ ബേസ് ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന് അതുകൊണ്ടാണ്. ഇവിടെ ഇത്രയും കാലമായിട്ട് മമ്മൂട്ടിക്ക് മോഹൻലാലിന് ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ഫാൻ ബേസും അതുപോലെ തന്നെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയായാലും നമ്പർ 1 എന്തായാലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു സിനിമയ്ക്ക് ദുൽഖർ സൽമാൻ വരാണെങ്കിൽ മലയാളത്തിൽ അതിഗംഭീരമായൊരു സാധനം ദുൽഖർ സൽമാൻ ചെയ്ത് ആ സിനിമ കൊണ്ട് വിജയിക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ഇതും തകർന്നു പോകും. അതായത് എല്ലാ കോടികളുടെ കണക്കും തകർക്കാൻ മോഹൻലാലിൻ്റെ സിനിമയെ ഏത് സിനിമ വെച്ചാലും അതിന് മുകളിൽ നിന്ന് പിടയ്ക്കാൻ കഴിവുള്ളൊരു നടൻ ദുൽഖർ സൽമാനുള്ള. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, കാലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ ഈ ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലത്തെ സിനിമകളാണ് ഇനി വരാൻ പോകുന്നത്. അത് ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ നിന്ന് തന്നെ ആവണമെന്നില്ല, എവിടെ നിന്നുള്ള ഭാഷയിലായിക്കോട്ടെ. അദ്ദേഹത്തിൻ്റെ പവർ നിങ്ങൾക്ക് ചെറുതായി ഒരിക്കലും ആളെ കാണരുത്. പലരും ചെറുതാക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ചെറുതാക്കാൻ ശ്രമിക്കുന്നവർ ഉള്ളിലറിയാം ദുൽഖർ സൽമാൻ്റെ പവർ. അതാണ് ദുൽഖർ സൽമാൻ വേറെ ലെവലാണ്. അപ്പോൾ വലിയ വലിയ അഭിനയങ്ങളൊന്നും കാഴ്ചവെച്ചില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴത്തെ നടന്മാർക്ക് അങ്ങനെയാണല്ലോ, അതൊക്കെ കാഴ്ചവെക്കുന്ന സമയമാവട്ടെ. അപ്പോൾ നല്ല നല്ല കഥാപാത്രം വരുമ്പോൾ കടച്ചോളും. അപ്പോൾ മുട്ടണ്ട മക്കളെ ദുൽഖർ സൽമാൻ്റെ അടുത്ത് അവൻ വേറെ ലെവലാണ്. എന്തായാലും അവൻ്റെ പുതിയ സിനിമ ആ സിനിമ വരുന്ന വരെ നമുക്ക് കാത്തിരിക്കാം.